സന്യാസം അധികകാലം ഞാൻ തുടർന്നില്ല. സന്യാസം ഉപേക്ഷിക്കാൻ കാരണം കുറെ ആളുകൾ ഒന്നും ചെയ്യാതെ സന്യാസിക്കൊണ്ടിരിക്കുമ്പോഴേ അവരെ തീറ്റിപ്പോറ്റാൻ വേറെ കുറെ അധികം ആളുകൾ അധ്വാനിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ? അപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ മനുഷ്യനെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വെറുതെ അലസനായിരുന്നു ജീവിക്കുകയല്ല. പിന്നെ അവന് ഭാര്യ വേണം, മക്കള് വേണം, ഇതൊക്കെ പ്രകൃതിയുടെ ആവശ്യം തന്നെയാണ്. അപ്പൊ ഇതൊന്നും സന്യാസത്തിലില്ല. പിന്നെ ഞാൻ ജീവിക്കുന്നതിന് സന്യാസത്തെ ഐഷായിട്ട് തന്നെ ഇപ്പോഴും. എനിക്കാണ് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ യാതൊന്നുമില്ല. പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഞാനും കുട്ടിക്കാലത്ത് ഒരുപാട് ചാമ്പങ്ങ വിറ്റിട്ടുണ്ട്. മരത്തിൽ കയറി പറിച്ചിട്ടുമുണ്ട്. വഴിയെ പോകുന്ന പെമ്പിള്ളേർക്കെല്ലാം ചുമ്മാ കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ചാമ്പങ്ങ ഉണ്ടാവും. നമ്മുടെ ആനവാരി രാമൻ നായർ, പൊങ്കുരിശ് തോമ, കണ്ടം പറയാൻ മഴയെന്നാണു, എട്ടുകാലി മമ്മൂഞ്ഞ്, തടപ്പനവറാൻ, ഒറ്റക്കണ്ണൻ പോക്കര്, ഡ്രൈവർ പപ്പുണ്ണി, കൊച്ചു തെരേസ്യ, ഷൈനവ, മണ്ടമുത്തബായും ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. എനിക്കാരുമില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. എല്ലാവരുമായി ബന്ധമുണ്ട്. എന്ത് ബന്ധം? നിങ്ങൾക്ക് പൊക്കിളുണ്ടോ? പൊക്കിളോ? അതുകൊണ്ട് എന്ത് ബന്ധം? നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛനോട്. ചുരുക്കത്തിൽ ലോകത്തിലുള്ളവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടവരാണ്. ജീവിതത്തിൽ എന്ത് കാര്യം? ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിലില്ലേ? ജീവിതവും ഇല്ല. ജീവിതം താറുമാറായി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാ ശക്തിയും സംഭരിച്ച് ഗംഭീരമായൊരു ശ്രമം നടത്തുക. ഒരു ചെറിയ ചെടിയെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിന്റെ പൂവും കായും കാണുക.